മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കലാലയ ജീവിതത്തിലെ അവസാന വർഷങ്ങളിൽ എല്ലാ കോളേജുകളിലും സാധാരണയായി സംഘടിപ്പിക്കുന്നതാണ് ഒരു ഫൈനൽ ഇയർ ടൂർ. കോളേജ് ഡേയ്സിലെ അവസാന കാലഘട്ടം ഏറ്റവും മെമ്മറബിൾ ആക്കുന്നതിനുള്ള ഒരു നല്ല അവസരം കൂടിയാണിത്. പലപ്പോഴും വിദ്യാർത്ഥികളിൽ ചിലർക്കെങ്കിലും ഈ സമയത്ത് ചില ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ടാകാറുണ്ട്. മികച്ച പ്ലാനിംഗ് ഉണ്ടെങ്കിൽ ഈ ഒരു യാത്ര എങ്ങനെ കൂടുതൽ മനോഹരവും വേറിട്ടതുമാക്കാം, അതും ഒരു വിദേശ യാത്രയിലൂടെ. മാസ്റ്റർ പ്ലാൻ വിശദമാക്കാം. 4 ഇയർ ഡിഗ്രി കോഴ്സുകളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. സാധാരണയായി 4 ഇയർ ഡിഗ്രി കോഴ്സ് സ്റ്റുഡൻസ് അവരുടെ 7th സെമ്മോട് കൂടിയാണ് ഫൈനൽ ഇയർ ടൂർ പ്ലാൻ ചെയ്യുന്നത്. ഒരു വിദേശയാത്രയ്ക്കായി പെർ ഹെഡ് മിനിമം 30,000 to 35,000 റുപ്പീസ് ആണ് ഈ കാലഘട്ടത്തിൽ ചിലവ് വരുന്നത്. യാത്രയ്ക്കായി നിങ്ങൾക്ക് മലേഷ്യ, തായ്ലാന്റ്, വിയറ്റ്നാം, ബാലി തുടങ്ങിയ ഡെസ്റ്റിനേഷൻസ് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഈ തുക സമാഹരിക്കാൻ 7th സെമസ്റ്റർ വരെയുള്ള കാലഘട്ടങ്ങളിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഏകദേശം 39 മാസങ്ങളാണ് എന്ന് കരുതുക. ഓരോ മാസവും മിനിമം 800 രൂപ വെച്ച് 39 മാസത്തേക്ക് 7% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ ഒരു RDയിൽ ജോയിൻ ചെയ്താൽ 35,103 രൂപ മെച്യൂരിറ്റിയായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി RD അടവിനായി പ്രതിമാസം അടയ്ക്കേണ്ട 800 രൂപ എങ്ങനെ കണ്ടെത്താം? അതാകും പലരും ഇപ്പോൾ ആലോചിക്കുന്നത്. പ്രതിമാസം 800 രൂപ എന്ന ലക്ഷ്യത്തിനായി നിങ്ങൾക്ക് പഠനത്തെ ബാധിക്കാത്ത ഒരു പാർട്ട് ടൈം ജോബ് വളരെ ഈസിയായി കണ്ടെത്താം. ഇതിൽ ഏറ്റവും എളുപ്പവും മറ്റു റിസ്കുകളും ഇല്ലാത്ത ഒരു മാർഗം വീടിന്റെ ചുറ്റുവട്ടത്തുള്ള 3-4 കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുക എന്നുള്ളതാണ്. ഏറ്റവും കുറഞ്ഞത് പ്രതിമാസം 1000 രൂപയെങ്കിലും ഇതുവഴി വളരെ ഈസിയായി നിങ്ങൾക്ക് സമ്പാദിക്കാം. ട്യൂഷൻ വീക്കെൻഡ്സിൽ മാത്രമായാലും മതി. ചെറിയ ഒരു അധ്വാനവും ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളുടെ കൂട്ടായ്മയും നേതൃത്വം നൽകാനായി 2-3 പേർ ഉണ്ടാവുകയും ചെയ്താൽ ഈ ലക്ഷ്യം വളരെ ഈസിയായി നേടാവുന്നതാണ്. ഇതിലും കുറവ് എമൗണ്ട് പ്രതിമാസം ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇട്ടാൽ ഇതിൽ കൂടുതൽ റിട്ടേൺ കിട്ടില്ലേ എന്ന് പലർക്കും തോന്നാം. പക്ഷേ മാർക്കറ്റ് ലിങ്ക്ഡ് അല്ലാത്ത തീർത്തും സുരക്ഷിതമായ ഒരു നിക്ഷേപത്തെക്കുറിച്ചാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. മ്യൂച്വൽ ഫണ്ടും മറ്റു നിക്ഷേപങ്ങളും പഠനം പൂർത്തിയായി ഒരു സ്ഥിര വരുമാനമായതിനു ശേഷമല്ലേ നല്ലത്. കാരണം സ്റ്റോക്ക് മാർക്കറ്റ്, ക്രിപ്റ്റോ കറൻസി പോലെയുള്ള നിക്ഷേപങ്ങളിൽ പഠനകാലത്തുള്ള അമിത താല്പര്യം പഠനത്തെ സാരമായി ബാധിക്കാം എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. എല്ലാവർക്കും വർക്കൗട്ട് ആക്കാവുന്ന ഒരു പ്ലാനാണിത്. തീർച്ചയായും പരീക്ഷിച്ചു നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം.